Hello everyone, Assalamu alaikum. Welcome back to my channel. This is Shafla Rudin here. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിക് ചിക്കൻ കബ്സ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഒരു കബ്സ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കബ്സ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വേഗം തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചതിന് ശേഷം ചൂടായതിനു ശേഷം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഓർ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ശേഷം നമ്മൾ സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായ, അതേപോലെ തന്നെ നമ്മൾ ഡ്രൈ ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതില്ലാന്നുണ്ടെങ്കിലും അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഒരു മീഡിയം ലെവലിൽ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് കേട്ടോ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വാടി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വാടി വരണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ട് ഞാനിവിടെ നമ്മൾ ടൊമാറ്റോ ജസ്റ്റ് പ്യൂരാക്കി എടുത്തിട്ട് അത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പൗഡേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഇത് നമ്മളെ മല്ലിപ്പൊടി, ദെൻ ആവശ്യത്തിന് ഉപ്പ്, ഇത് കബ്സ മസാലയാണ് കേട്ടോ, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും പൗഡേഴ്സാണ് നമുക്ക് വേണ്ടത്. കബ്സ മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ കബ്സ മസാല കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് നമ്മൾ മസാല മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിലെല്ലാം പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മളതിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നത്. ഇനിയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കന്, അതായത് കുറച്ച് വലിയ സൈസ് തന്നെ ആവുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ ചിക്കന് ഞാൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മസാലയൊക്കെ ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ എടുക്കുന്നത് അരി, അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തിളച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊറിയാൻഡർ ലീവ്സ് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ ചിക്കൻ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പോളം വെള്ളം നേരത്തെ ഒഴിച്ചിട്ട് ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് നമുക്ക് നമ്മളെ ചിക്കൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് നമുക്കൊന്ന് മസാല പുരട്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അതെല്ലാം സെപ്പറേറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഒലിവ് ഓയിലും കുറച്ച് മസാല, കബ്സ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചിക്കനിൽ പുരട്ടിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഞാൻ ഓയിലൊന്നും ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഡയറക്റ്റ് പാനിലോട്ട് വെച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൈസ് അധികം വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു വിസിലടിച്ച് അപ്പോൾ തന്നെ ഓഫാക്കിയിടണം. അതിന് ശേഷം നമ്മൾ പ്രഷർ പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഏകദേശം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് റൈസ് കിട്ടാനായിട്ട്. കണ്ടില്ലേ, നല്ലൊരു ആ പാകത്തിനുള്ള വേവായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചിക്കന് നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള
കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷഫ്ലാറുദ്ദീൻ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.